തുലാമാസത്തിലെ അമാവാസി ദിനത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഇരുളിന്മേൽ വെളിച്ചത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ ദുഷ്ടതയ്ക്കുമേൽ നന്മയുടെ വിജയം, അതാണ് ദീപാവലിയുടെ വലിയ സന്ദേശം. ശ്രീരാമ ഭഗവാൻ രാക്ഷസ രാജാവായ രാവണനെ തോൽപ്പിച്ച് സീതാദേവിയെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്ന ദിനം ജനങ്ങൾ ദീപങ്ങൾ അലങ്കരിച്ച് ആഘോഷിച്ച ദിനമായിട്ടാണ് ദീപാവലിയുടെ തുടക്കമെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിനമായിട്ടാണ് ദീപാവലിയെ കണക്കാക്കുന്നത്. സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി ഭക്തർ ധനലക്ഷ്മിക്ക് പ്രത്യേക പൂജ നടത്തുന്ന സമയം കൂടിയാണ് ഇത്. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചതിൻ്റെ സ്മരണാർത്ഥം കൂടിയാണ് ദീപാവലി എന്നും പറയപ്പെടുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതീ ക്ഷേത്രങ്ങളിലും പ്രത്യേകമായ പൂജകൾ ഈ ദിനങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ദീപാവലി സാധാരണയായി ആഘോഷിക്കപ്പെടുന്നത്. ദീപാവലി എന്നത് വെറും ഒരു ആഘോഷമല്ല, അത് നന്മയുടെ ജയമാണ്, പ്രത്യാശയുടെ വെളിച്ചമാണ്, ആത്മശുദ്ധിയുടെ പ്രതീകം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദീപാവലി ആശംസകൾ.